ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. നിധിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസവും അതിനെ തുടർന്നുണ്ടാകുന്ന കിടിലൻ ട്വിസ്റ്റുകളുമാണ് ഈ ഒരു റിവ്യൂയിൽ പറയാനായിട്ട് പോകുന്നത്. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ജോലിക്ക് ചേർന്നതിന് ശേഷം നിധിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ. വലിയൊരു ക്ലയൻറ്റിന് മുന്നിലാണ് നിധിക്ക് ഇത് അവതരിപ്പിക്കേണ്ടത്. അതിൻ്റെ ഒരു സന്തോഷവും കുറച്ച് ടെൻഷനും നിധിയുടെ മുഖത്തുണ്ട്. രാവിലെ തന്നെ കിളിക്കോട്ടിലുള്ള എല്ലാവരോടും നിധി ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കുന്നു. ഭാസ്കരനാണെങ്കിൽ വലിയ സ്നേഹത്തോടെ നിധിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാം നന്നായി വരട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. തുടർന്ന് സുധീഷ് വന്ന് ഓഫീസിൽ കൊണ്ടുവിടാമെന്ന് സ്നേഹത്തോടെ പറയുന്നുണ്ടെങ്കിലും നിധി അത് നിരസിക്കുകയാണ്. വേണ്ട സുധീഷ്, ഞാൻ നികേഷിൻ്റെ ഒപ്പം പോയിക്കോളാം എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ഇടപെടുന്നു. ഇന്ന് നിനക്ക് വലിയൊരു പ്രസൻറ്റേഷൻ ഉള്ളതല്ലേ മോളെ, ബസ്സിലൊന്നും പോകണ്ടെന്ന് സുഭാഷ് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ ഒരു ഓട്ടോ വിളിക്കാമെന്ന് സുഭാഷ് കരുതുമ്പോഴേക്കും ജംഗ്ഷനിൽ ചെന്നാൽ ഓട്ടോ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി നികേഷിനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങുന്നു. നിധിയും നികേഷും ജംഗ്ഷനിലേക്ക് നടക്കുമ്പോൾ നികേഷിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോള് വരുന്നുണ്ട്. താൻ ആ വഴി ബൈക്കിലാണ് വരുന്നത് എന്നും കൂടെ പോരുന്നു എന്നും ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഏട്ടത്തിയുടെ കൂടെ പോകേണ്ടതിനാൽ നികേഷ് അത് വേണ്ടെന്ന് വയ്ക്കുന്നു. എന്നാൽ ഇതറിയുന്ന നിധി നികേഷിനോട് ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ പോകാൻ നിർബന്ധിക്കുന്നു. ഞാൻ ഓട്ടോയിൽ പോയിക്കോളോടാ, നീ അവൻ്റെ കൂടെ പോയിക്കോ എന്ന് നിധി പറഞ്ഞതിനെ തുടർന്ന് നികേഷ് ഫ്രണ്ടിനോടൊപ്പം പോകുന്നു. തുടർന്ന് ജംഗ്ഷനിലെത്തിയ നിധി ഒരു ഓട്ടോ കൈ കാണിച്ച് കയറുന്നുണ്ട്. യാത്രയിലുടനീളം നിധിയുടെ ചിന്ത പ്രസൻറ്റേഷനെ കുറിച്ച് മാത്രമാണ്. ഓട്ടോയിലിരുന്ന് ലാപ്ടോപ്പ് തുറന്ന് പ്രോജക്റ്റ് ഫയലുകൾ ഓരോന്നായിട്ട് നോക്കുന്നുണ്ട് നിധി. ഇതിനിടയിൽ ഓഫീസിൽ നിന്നും നിവ്യ വിളിച്ച കാര്യങ്ങൾ തിരക്കുന്നു. സിദ്ധാർത്ഥ് സാറ് വന്നോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് ദിവ്യ മറുപടി നൽകുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത ശേഷം നിധി ലാപ്ടോപ്പ് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുകയാണ്, എല്ലാം നന്നായിട്ട് വരണമേ എന്ന് പറഞ്ഞുകൊണ്ട്. ഓഫീസിന് മുന്നിൽ ഓട്ടോ വന്നു നിൽക്കുന്നുണ്ട്. വാടക കൊടുക്കാൻ നേരം നിധി ഡ്രൈവറോട് GPay നമ്പർ ചോദിക്കുന്നുണ്ടെങ്കിലും ഫോൺ എടുക്കാൻ മറന്നെന്നും ക്യാഷായിട്ട് തരണമെന്നും ഡ്രൈവർ പറയുന്നുണ്ട്. ബാഗിൽ പരതുന്ന നിധിക്ക് ചില്ലറ കിട്ടാത്തതിൽ കുറച്ച് സമയം ബാഗും ലാപ്ടോപ്പും ഒക്കെ മാറ്റിവെച്ച് ഒടുവിൽ ക്യാഷ് കൊടുത്ത് ധൃതിയിൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ പ്രസൻറ്റേഷൻ്റെ വമ്പൻ ടെൻഷനിൽ തൻ്റെ ജീവനായ ലാപ്ടോപ്പ് ഓട്ടോയുടെ സീറ്റിൽ തന്നെ മറന്നു വെച്ചാണ് നിധി ഇറങ്ങുന്നത്. ഇതറിയാതെ ഓട്ടോക്കാരൻ വണ്ടി മുന്നോട്ടെടുക്കുകയും ചെയ്യുന്നു. ഓഫീസിനുള്ളിലേക്ക് എത്തിയ നിധി വല്ലാത്തൊരു ടെൻഷനിലാണ്. 12 മണിക്കാണ് പ്രസൻറ്റേഷൻ. ദിവ്യ വന്ന് നിധിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതല്ലേ നിധി, എല്ലാം നന്നായിട്ട് വരും. ഈ സമയം അങ്ങോട്ടേക്ക് ബോസ് സിദ്ധാർത്ഥ് കടന്നു വരുന്നുണ്ട്. പ്രോജക്റ്റ് റെഡിയാണോ എന്ന് ചോദിക്കുന്ന സിദ്ധാർത്ഥ് ഫൈനൽ 3D ഡിസൈൻ വീഡിയോ ക്ലയൻറ്റ് വരുന്നതിന് മുൻപ് തനിക്കൊന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെടുന്നു. മോഹനെ പോലെയുള്ള 5 വർഷത്തെ പരിചയസമ്പന്നരായ സീനിയേഴ്സിനെ മാറ്റി നിർത്തിയാണ് സിദ്ധാർത്ഥ് ഈ വലിയ പ്രോജക്റ്റ് നിധിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. ലാപ്ടോപ്പ് തുറന്ന് കാണിക്കാനായിട്ട് ബാഗിൽ നോക്കിയ നിധി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ലാപ്ടോപ്പ് കാണാനില്ല. ദിവ്യയും കൂടെ തിരയുന്നുണ്ട്. ഒടുവിൽ ഓർത്ത് നോക്കിയപ്പോഴാണ് നിധിക്ക് കാര്യം മനസ്സിലായത്. ലാപ്ടോപ്പ് വന്നിറങ്ങിയ ഓട്ടോയിൽ മറന്നുവെച്ചു എന്നുള്ള കാര്യം. ലാപ്ടോപ്പ് ഓട്ടോയിൽ മറന്നുവെച്ചു എന്ന് കേട്ടതും സിദ്ധാർത്ഥ് നിയന്ത്രണം വിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. വാട്ട്, ലാപ്ടോപ്പ് മറന്നുപോയെന്നോ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഹോംവർക്ക് ബുക്ക് മറന്നു വയ്ക്കുന്നത് പോലെയാണോ നിധി ഇത് പറയുന്നത് എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്. കോടികളുടെ പ്രോജക്റ്റുമായിട്ട് വരാനിരിക്കുന്ന വലിയൊരു ക്ലയൻറ്റാണ്. വെറും 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കപ്പ് ഫയലുകൾ ഒന്നുമില്ലെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ ദേഷ്യം ഇരട്ടിക്കുന്നു. മീറ്റിംഗ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ നിധി അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു ഫ്രഷറായ തന്നെ വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് സിദ്ധാർത്ഥ് മുഖത്തടിച്ചതുപോലെ പറയുന്നു. ഇതിനിടയിൽ ക്ലയൻറ്റിൻ്റെ കോൾ സിദ്ധാർത്ഥിന് വരുന്നുണ്ട്. പ്രസൻറ്റേഷൻ കൃത്യസമയത്ത് നടക്കുമെന്ന് സിദ്ധാർത്ഥ് അവർക്ക് ഉറപ്പ് നൽകുന്നു. 12 മണിക്ക് പ്രസൻറ്റേഷൻ നടന്നില്ലെങ്കിൽ കരിയർ തന്നെ തീരും എന്ന അവസ്ഥയിൽ നിധി കരഞ്ഞുകൊണ്ട് ഓഫീസിന് പുറത്തേക്ക് ഓടുകയാണ്. കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ നിധി നേരെ സുധീഷിനെ വിളിക്കുന്നു. കരച്ചിലൂടെ നിധി കാര്യം പറയുന്നുണ്ട്. സുധീഷേ, ഞാൻ ലാപ്ടോപ്പ് ഓട്ടോയിൽ മറന്നു വെച്ചു. 12 മണിക്ക് മീറ്റിംഗ് ആണ്. ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ എൻ്റെ ജോലി പോകും. നിധിയുടെ കരച്ചിൽ കേട്ടതും സുധീഷ് ഒട്ടും പതറാതെ പറയുന്നുണ്ട്, നിധി നീ ടെൻഷനാകാതെ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് ആ ലാപ്ടോപ്പ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തുടർന്ന് സുധീഷ് ആ ലാപ്ടോപ്പ് തിരക്കി അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നു. ആദ്യം ഏരിയയിലെ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും നിധി കയറിയത് വഴിയിൽ നിന്നും കൈ കാണിച്ച വണ്ടിയിലായതിനാൽ അവിടെയുള്ളവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. നിധിയെ വീണ്ടും വിളിച്ച് ഓട്ടോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡ്രൈവർക്ക് ഒരു 50 വയസ്സ് കാണുമെന്നും താടിയും മുടിയും ഉണ്ടെന്നും വണ്ടിയുടെ മുന്നിൽ ജീസസ് എന്ന് എഴുതി ഒരു ചിത്രമുണ്ടെന്ന് നിധി ഓർത്തെടുക്കുന്നുണ്ട്. നിധി കയറിയ സ്ഥലത്തെ ഒരു കടയുടെ മുന്നിൽ CCTV ക്യാമറ സുധീഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കടക്കാരനോട് അപേക്ഷിച്ച് ഫുട്ടേജ് പരിശോധിച്ച സുധീഷ് കൃത്യമായിട്ട് 8:45 നിധി കയറിപ്പോയ ഓട്ടോയുടെ നമ്പറും ചിത്രവും ഫോണിൽ പകർത്തുന്നു.
കിട്ടിയ നമ്പർ വെച്ച് പരിചയമുള്ള ഒരാൾ വഴി ഓട്ടോ ഉടമസ്ഥൻ്റെ അഡ്രസ്സ് സംഘടിപ്പിച്ച് സുധീഷ് അവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഓട്ടോ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തതാണെന്ന് ഉടമ പറയുന്നു. അവിടെ നിന്നും ഡ്രൈവറുടെ നമ്പർ വാങ്ങി വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നത് ഡ്രൈവറുടെ ഭാര്യയാണ്. അവർ വീട്ടിൽ പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടെങ്കിലും സുധീഷ് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ശാന്തമാക്കി ഡ്രൈവർ നിൽക്കുന്ന സ്റ്റാൻഡ് മനസ്സിലാക്കിയെടുക്കുന്നു. അവസാനം സുധീഷ് ആ നിർദ്ദിഷ്ട ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നുണ്ട്. അവിടെ ഓട്ടോ തുടച്ചുകൊണ്ടിരിക്കുന്ന ആ താടിക്കാരനായ ഡ്രൈവറെ സുധീഷ് കണ്ടെത്തുകയാണ്. ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതേ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഡ്രൈവർ സമ്മതിക്കുന്നു. എന്നാൽ ലാപ്ടോപ്പ് തരുന്നതിന് മുൻപ് ഡ്രൈവർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നീയാണോ അവളുടെ ഭർത്താവ് എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുധീഷ് തൻ്റെ ഫോണിൽ നിന്നും തങ്ങളുടെ കല്യാണ റിസപ്ഷൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫോട്ടോ കണ്ട ഡ്രൈവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും സന്തോഷത്തോടെ ലാപ്ടോപ്പ് കൈമാറുകയും ചെയ്യുന്നു. താങ്ക്സ് പറഞ്ഞ് സുധീഷ് ലാപ്ടോപ്പുമായിട്ട് നേരെ ഓഫീസിലേക്ക് പാഞ്ഞു വരികയാണ്. ഇപ്പുറത്തെ ഓഫീസിൽ സമയം 12 മണി ആകുന്നുണ്ട്. ക്ലയൻസ് എത്തിക്കഴിഞ്ഞു. സിദ്ധാർത്ഥും മോഹനും അവരെ സ്വീകരിക്കുന്നു. നിധിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് കണ്ണീരോടെ നിൽക്കുമ്പോൾ ഇതാ നമ്മുടെ ഹീറോ സുധീഷ് ലാപ്ടോപ്പും കയ്യിലെഴുതി അങ്ങോട്ടേക്ക് വരികയാണ്. ലാപ്ടോപ്പ് കണ്ടതും നിധിയുടെ മുഖത്ത് ജീവൻ തിരിച്ചു വരുന്നു. സുധീഷ് അത് നിധിയുടെ കൈകളിൽ കൊടുത്തിട്ട് ഓൾ ദി ബെസ്റ്റ് നിധി, റിലാക്സ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യം നൽകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് മീറ്റിംഗ് റൂമിൽ നിധി തൻ്റെ പ്രോജക്റ്റ് വളരെ മനോഹരമായിട്ട് ആത്മവിശ്വാസത്തോടെ തന്നെ അവതരിപ്പിക്കുന്നു. പ്രസൻറ്റേഷൻ കഴിഞ്ഞതും ക്ലയൻസും സിദ്ധാർത്ഥം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. നിധിയുടെ ഡിസൈനുകളെല്ലാം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. സിദ്ധാർത്ഥാണെങ്കിൽ നിധിയെ വല്ലാതെ തന്നെ അപ്രീഷിയേറ്റും ചെയ്യുന്നു. പ്രസൻറ്റേഷൻ വിജയകരമായിട്ട് കഴിഞ്ഞയുടൻ നിധി നേരെ സുധീഷിനെ ഫോൺ വിളിക്കുന്നുണ്ട്. സുധീഷ് ഓഫീസിന് പുറത്തു തന്നെ ഉണ്ടായിരുന്നു. ഓടിപ്പുറത്തേക്ക് വന്ന നിധി സന്തോഷം സഹിക്കാനാവാതെ സുധീഷിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഈ ലാപ്ടോപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജോലി പോയേനെ, സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് വല്ലാത്തൊരു സ്നേഹത്തോടെയും കൃതജ്ഞതയോടെയും നിധി സുധീഷിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. സുധീഷാണെങ്കിൽ ഇതൊരു സ്വപ്നമാണോ എന്ന് വിചാരിച്ച് അമ്പരന്ന് നിൽക്കുകയാണ്. കെട്ടിപ്പിടുത്തത്തിന് ശേഷം തനിക്ക് ലാപ്ടോപ്പ് കിട്ടാൻ സുധീഷ് നടത്തിയ കഷ്ടപ്പാടുകൾ സുധീഷ് വിവരിക്കുമ്പോൾ നിധിയുടെ മനസ്സിൽ സുധീഷിനോടുള്ള ബഹുമാനവും പ്രണയവും ഇരട്ടിക്കുകയാണ്. സുധീഷിന് വലിയൊരു ട്രീറ്റ് നൽകുമെന്നും നിധി ഉറപ്പ് നൽകുന്നു. വലിയ സന്തോഷത്തോടെ കാർ ഓടിച്ച് വീട്ടിലെത്തിയ സുധീഷ് നേരെ നികേഷിനെ പിടിച്ചിരുത്തി വലിയ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈ സമയം സുഭാഷും ഹരീഷും ബൈക്കിൽ അവിടേക്ക് വരികയാണ്. എന്താണ് കാര്യമെന്ന് തിരക്കുന്ന അവരോട് സുധീഷ് ആ സന്തോഷ വാർത്ത വിളിച്ചു പറയുന്നു. നിധി എന്നെ കെട്ടിപ്പിടിച്ചു എന്നുള്ള കാര്യം. ഇത് കേട്ട് വിശ്വസിക്കാനാതെ അവർ നിൽക്കുമ്പോൾ ഓഫീസിന് പുറത്ത് വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം സുധീഷ് ആവേശത്തോടെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. നികേഷിൻ്റെ തലയിൽ കൈവച്ച് സുധീഷ് സത്യം ചെയ്യുമ്പോൾ നികേഷ് കോമഡിയായിട്ട് കൈ തട്ടി മാറ്റുകയാണ്. എന്തായാലും സുധീഷിൻ്റെയും നിധിയുടെയും ജീവിതത്തിൽ ഒരു വലിയ മഞ്ഞുരുകലിനാണ് ഈ ഒരു സംഭവം സാക്ഷ്യം വഹിക്കുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടലൻ റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്